ഹലോ 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ഗ്രഹത്തായ ചരിത്രം ഹൃസ്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രയോഗങ്ങളും സദയം ക്ഷമിക്കുമല്ലോ. ആ ദീനൻ വഴങ്ങി, അതാണ് ഈ കഥയുടെ പേര്. ആരാണത്? നാട്ടുച്ച നേരത്തെ ചുട്ടുവളർന്ന മഴപ്പെരിപ്പിലൂടെ തീപ്പൊരി പറത്തുന്ന കുതിരപ്പുറത്ത് ആരാണ് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ഓഹോ, അത് മറ്റാരുമല്ല, സാഖിൽ അത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. ഘോര പടക്കളത്തിലേക്കെന്ന പോലെ പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറേ ഈ കുതിച്ചോട്ടം? നഈം ഇബ്നു അബ്ദുല്ലാ ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ച ഒരു ചോദ്യം. എടാ നഈം, എന്നെ വിടൂ, ഞാൻ ആ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാം. കുലദൈവങ്ങളെ പീച്ച, കുറേശികളെ ചേൽത്തിരിച്ച ആ പ്രവാചകവാദി ഇനി വെറുതെ വിടാൻ പറ്റില്ല. വിടൂ, ഞാനിതാ. നിൽക്കൂ ഉമറേ, രണ്ട് വാക്കുകൾ പറയാനുണ്ട്. നീ മടങ്ങുക പൊന്നുമരേ, നിൻ കുടുംബമതെന്നവിടെ, ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. കേമത്തരമിതി നിർത്തുമരേ, കൺമണി പെങ്ങളെ നോക്കുമരേ. കേമത്തരമിത് നിർത്തുമരേ, കൺമണി പെങ്ങളെ നോക്കുമരേ. അമിതാനന്ദം നിർത്തുമരേ, അഖിലം ഓർത്തു മടങ്ങുമരേ. നീ മടങ്ങുക പൊന്നുമരേ, നിൻ കുടുംബമതെന്നവിടെ. എന്തി എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവ് മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടൊക്കെ കഴിയട്ടെ ഈ യാത്ര, രണ്ടിനെയും അടിച്ചു ചതക്കണം. അടിക്കുടി കൊള്ളുന്ന ഉമറദാ പെങ്ങൾ ഫാത്തിമയുടെ വാതിൽ പടിക്കലെത്തി. തുറക്കടി വാതിൽ, തുറക്കാനാ പറഞ്ഞത്. ഉമറിന്റെ ഗംഭീരം സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തിരുന്ന ഹത്താബുൽ അർത്ത എന്ന സഹാബി മറുഭാഗത്തേക്ക് ഓടിയൊളിച്ചു. വിറയാൽ കൈകളോടെ ഫാത്തിമ ഖുർആനിന്റെ ഖുറാസ് മറച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറന്നു. അപ്പോൾ 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 ഉമർ ചോദിക്കുകയാണ്, എന്താണ് ഞാൻ കേട്ട അജ്ഞത മുഴക്കം? എന്താണത്? ഒന്നുമല്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടും ആ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിലാണല്ലേ. ഉമർ തന്റെ ആലയൻ സയ്യിദിനെ മാർത്തു പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ അടിയും കൂത്തങ്ങ് കയർക്കയായേ. ഉടനെ പ്രാരമെന്നവർക്കെത്തിയേ, ഉമറിൽ അവൾക്കാരം വീരുട്ടാലായേ. ചോദി അവൾക്ക് ഇതെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്ത് ഹാലോ. വദനം ചൂട് ചോറഞ്ഞിറഞ്ഞാലേ, വമ്പ് തകർത്തുമർ തളർന്നതാലേ. ഓടിയതാ പെങ്ങൾ അടുക്കലായേ, അടിയും കൂത്തങ്ങ് കയർക്കയായേ. ഭർത്താവിനെ ഇട്ട് വീക്കുന്നത് കണ്ട് ഫാത്തിമ ഓടിച്ചെന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അതാ പെങ്ങളുടെ പൂവൽവദനത്തിൽ ഉമറിന്റെ പ്രഹാരം പുന്നാരപ്പെങ്ങൾ ചുടിച്ചോരയാൽ കുതിർന്നു കൊണ്ട് പറയുകയാണ്. അതെ ഉമർ, ഞങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ്. ഈ മതമാണ് സത്യമെങ്കിൽ നീ എന്ത് ചെയ്യും? ചോരയാൽ കുതിർന്ന പെങ്ങളെ കണ്ട് ഉമർ അല്പനേരം തളർന്നു പോയി. ഫാത്തിമ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ. ഉമറേ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധിയുള്ളവനല്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധി പാപിച്ചു വന്ന ഉമർ തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ ഉമറിന്റെ രണ്ട് നയനങ്ങൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എവിടെയാണ് ഫാത്തിമ? അള്ളാഹുവിന്റെ റസൂൽ, എനിക്കൊന്ന് കാണണം. അങ്ങനെ ആ മഹാമജ്ലിസിലേക്ക് ഓടിക്കിതച്ചെത്തിയപ്പോൾ വീട്ടിൽ തിരു റസൂലോരും സഹാബത്തുമേ
അതാ സഫാ മലയുടെ ചാരത്തുള്ള വീട്ടിലല്ല അള്ളാഹുവിന്റെ റസൂലും മഹാനരായ സിദ്ദീഖുൽ അക്ബറും ഹംസത്തുൽ കറാറും അലിയും അടങ്ങുന്ന ഏതാനും സ്വഹാബാക്കളും കൂടെ ഉണ്ട്. തന്റെ ഘടുകവും പിടിച്ച് ഓടിച്ചെല്ലുന്ന ഉമറിനെ വാതിൽ വേവിലോ കണ്ട സ്വഹാബിയാക്കൾ നബി തങ്ങളെ വിവരം അറിയിച്ചു. അപ്പോൾ 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 ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ കേറി വരട്ടെ, നല്ലതാണ് ദീനാണെങ്കിൽ അവന് നല്ലത്, അല്ലെങ്കിൽ അവന്റെ വാൾ കൊണ്ട് തന്നെ അവനെ കഥ ഞാൻ കഴിക്കും തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുറന്നു കൊടുക്കുക അതിൽ. അപ്പോൾ 1000 കുറ്റബോധത്തോടെ വിങ്ങി വിതമ്പുന്ന ചുണ്ടുകളുടെ ഉമർദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ ആ ധീരൻ വഴങ്ങി. ഇതോടെ ഞങ്ങളുടെ ഈ കൊച്ചു കഥാ പ്രസംഗം ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ ഗ്രേഡ് 1 ദഫ് Nine, 1, 9.